ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സ്കെൽറ്റനേറ്ററാണ്. സ്കെല്ലെന്ന് പറയാം, സ്കെല്ലെന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെയും കുറച്ച് കഥകളുമായിട്ടാണ്. അതായത് എങ്ങനെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, എങ്ങനെ അത് നിങ്ങളുടെ ഇതൊന്ന് ഫ്ലോപ്പായി നിങ്ങൾ ഫ്ലോപ്പാക്കാനുള്ള ചാൻസും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കും തമ്മിലുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി എടുത്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണത് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണത് ഒരു 7-8 മാസം മുന്നെയാണ്. അതായത് ഒരു 7-8 മാസം മുന്നേ ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയത് കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരും ചെയ്തപ്പോൾ നമുക്ക്, അതായത് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ ഒരു പൈസയും കൊടുക്കാതെ നമുക്ക് ചാനലുണ്ടാവും. അപ്പോൾ ആ ചാനൽ എന്തുകൊണ്ട് ഒരു യൂട്യൂബ് കുറേ വീഡിയോസ് ഇട്ട് ഒന്ന് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ശരിക്കും യൂട്യൂബ് വീഡിയോസ് ഇടണ ചാനൽ, അതായത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഇത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത്, ഇത്രയും സ്ട്രെസ് അതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ അന്നാണ് മനസ്സിലായി. അങ്ങനെ ഞാനൊരു 2-3-4 വീഡിയോസ് എടുത്ത ശേഷം യൂട്യൂബ് ചാനൽ സ്റ്റോപ്പാക്കി. അതായത് ഫസ്റ്റ് ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് എനിക്കിപ്പോൾ ഉള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ 177 സബ്സ്ക്രൈബേഴ്സാണ്. അതായത് ഞാൻ അത്ര കറക്റ്റായിട്ട് പറയണമെന്നുണ്ടാത്ത ഈ സബ്സ്ക്രൈബേഴ്സിന് ഒരു വലിയ വില എൻ്റെ ഇതിലുണ്ട്. അതായത് ഞാൻ അവർക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ഇതേപോലെ എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ്. അതായത് എനിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ 177 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഇങ്ങനെ 7-8 മാസം മുന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതേപോലെ 2-3 വീഡിയോസ് ഇട്ടു. അത് പിന്നെ നോക്കുകയും ചെയ്തില്ല, അതങ്ങനെ അവിടെ കടക്കട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ അന്ന് ഗോപ്രോ എടുത്തിരുന്നില്ല. അതായത് അന്ന് ഗോപ്രോ ഒന്നുമില്ല കയ്യിൽ. ജസ്റ്റ് എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, സാധാ ഒരു ക്യാമിലെടുത്ത വീഡിയോസൊക്കെ തന്നെയായിരുന്നു. അതായത് കനോണിലെറ്റ് എടുത്ത വീഡിയോസൊക്കെ തന്നെയായിരുന്നു. അതും എൻ്റെ കൂട്ടുകാരനാണ് എടുത്ത് തന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ നിർത്തി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അന്നത് നിർത്തി, സത്യം പറഞ്ഞാൽ. കാരണം പലരും നമ്മളോട് പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതായത് നമ്മുടേത് നമ്മൾ നോക്കുന്നതോ ഏറ്റവും കൂടുതൽ ബെറ്റർ. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഗോപ്രോ എടുത്ത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്ട്രെല്ലിനെ അനുകരിക്കുകയാണോ എന്ന്. എനിക്ക് സ്ട്രെല്ലിനെ അനുകരിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് സ്ട്രെല്ലും ഞാനും നല്ലൊരു കമ്പനിയായിട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് സ്ട്രെല്ലിനെ അനുകരിക്കേണ്ട ആവശ്യം ഒന്നാമതില്ല. പിന്നെ ഗോപ്രോ വെച്ചിട്ടാണ് നിങ്ങളത് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സപ്പോർട്ടിങ്, അതായത് എനിക്ക് സപ്പോർട്ട് കിട്ടാൻ എൻ്റെ ഇപ്പോൾ ഉള്ളൊരു യൂട്യൂബ് സപ്പോർട്ടർ പറഞ്ഞാൽ എൻ്റെ ഗോപ്രോ ആണ്. എൻ്റെ ഗോപ്രോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബില്ല. അപ്പോൾ ഞാൻ വേറെ ആരെയും മുട്ടിക്കാതെ സ്വന്തമായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം. അതിന് ഞാനും എൻ്റെ ഗോപ്രോയും മാത്രം ഒരു ഇതിലുള്ളൂ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകണ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ സ്ട്രെല്ലിനെ അനുകരിക്കുകയൊന്നുമല്ല. പിന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ സ്ട്രെല്ലിനെ അനുകരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ചെയ്യുക. അതുകൊണ്ടാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ നിർത്തിയിട്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു രസം തോന്നില്ല, അത് ഒരു ഫീല് തോന്നില്ല. ഇപ്പോൾ നിർത്തിയിട്ടിട്ട് ഒരേ കാര്യം ഇങ്ങനെ സംസാരിക്കാവുമ്പോൾ നിങ്ങൾക്കത് കാണാൻ തോന്നില്ല. അതിൻ്റെ പകരമാണ് ഞാൻ ഓടിക്കൊണ്ട് സംസാരിക്കുകയെന്ന് വിചാരിച്ച്. അപ്പോൾ അത് വേറൊരു കാര്യം. പിന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു വണ്ടി റിവ്യൂ ചെയ്തിട്ടില്ല പറഞ്ഞാൽ ഒരിക്കലും സ്ട്രെല്ല് ചെയ്യണ പോലെ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കുന്ന വണ്ടി റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി റിവ്യൂ ചെയ്യുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ വീഡിയോസിലും യൂസ് ചെയ്തിരിക്കുന്ന വണ്ടി പറഞ്ഞാൽ എന്നെ അറിയണ വണ്ടികളാണ്. അതായത് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ 4 വണ്ടികളെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് എൻ്റെ ഈ എപ്രിലിയാണ്, ഒന്ന് എൻ്റെ ഡിയോൻ്റെ, അതായത് മോഡിഫൈഡ് ഡിയോൻ്റെ വീഡിയോ ആണ്, ഒന്ന് ബെനലിയാണ്, അതായത് ബെനലി 302R വീഡിയോ ആണ്. അതെൻ്റെ കസിൻ്റെ വണ്ടിയാണ്, അത് എനിക്ക് നല്ല പറയണ വണ്ടിയായിരുന്നു, അതിപ്പോൾ കൊടുത്തു. അപ്പോൾ ആ വണ്ടിയാണ്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ് NS200. അങ്ങനെ ഈ 4 വണ്ടികളാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് വലിയ ഇതിൽ വണ്ടിയുടെ റിവ്യൂ ഒന്നും ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ എന്നെ അറിയണ വണ്ടികളുടെ മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ 5 മാസം കഴിഞ്ഞ് അങ്ങനെ ഫ്ലോപ്പ് ചെയ്തു. ഞാൻ യൂട്യൂബ് ചാനൽ ഫ്ലോപ്പ് ചെയ്തിട്ടു. അങ്ങനെ ഫ്ലോപ്പ് ചെയ്ത സമയത്താണ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് മെസ്സേജ് ചെയ്യണം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു, എടാ നിൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല കയറ്റുണ്ട് പറഞ്ഞിട്ട്.
ഞാൻ നോക്കിയപ്പോൾ 2 വീഡിയോസ് നല്ല റേഞ്ചിൽ കയറിയിരുന്നു. അതായത് അന്ന് എനിക്ക് 90 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ടൈമിലും എനിക്ക് 2.3 ഒക്കെ വ്യൂസ് കിട്ടിയിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെയും ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഗോപ്രോൻ്റെ കസിനാണ് എനിക്ക് എടുത്തതെന്ന്. അപ്പോൾ സ്റ്റാലിയൻ റൈഡർ വണ്ടർ വിത്ത് സ്റ്റാലിയൻ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ വീണ്ടും തുടങ്ങണം. അങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ അത് അടുപ്പിച്ചൊരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു 3 വീഡിയോ ആണ് ഞാൻ അടുപ്പിച്ചിടാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണ്. ഇതൊരു ഇൻകം കിട്ടാനുള്ളതിലാണോ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഒരു ഇൻകം കിട്ടാനുള്ളതിലൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. കാരണം എൻ്റെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ്, അതായത് എൻ്റെ ചാനലിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് കുറേ പരസ്യം അങ്ങനെ, അതായത് നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഒരു അറിവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ യൂട്യൂബ് പറഞ്ഞൊരു ഹെൽപ്പ് സെൻ്ററാണ്. അതായത് നമുക്കറിയാത്ത കാര്യം അല്ലെങ്കിൽ നമുക്കറിയണ കാര്യം നമ്മൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യം നമ്മൾ നോക്കി പഠിക്കണം അല്ലെങ്കിൽ കേട്ട് പഠിക്കണം, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് പറഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പ് സെൻ്ററാണ്. അപ്പോൾ ഹെൽപ്പ് സെൻ്ററിൽ നമ്മൾ ഒരിക്കലും ഒരാളെ ചടപ്പിക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. അതെനിക്കിഷ്ടമല്ല. കാരണം ഞാൻ ഇതുവരെ എനിക്കറിയാം ഭൂരിഭാഗം പേരും ഒരിക്കലും ഒരു വീഡിയോ കാണുമ്പോൾ ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിരിക്കാറില്ല. അത് അടിച്ചു സ്വൈപ്പ് ചെയ്ത് വിടുകയുള്ളൂ, അല്ലാതെ അത് നോക്കിയിരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് അറിയാവുന്നിടത്തോളം ഞാനത് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഇങ്ങനൊരു ഇത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസ് പറഞ്ഞാൽ ഞാൻ ഒരു ആൾ ഇന്ത്യ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ വീഡിയോസ് പലതും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പങ്കുവെച്ചുള്ളൂ. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതായത് ആ കമൻറ്റ് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യണം. അത് സ്ട്രെല്ലിന് അനുകരിക്കുകയാണോ, പിന്നെ മൈക്ക് ഫ്രീ ആയിട്ട് അഡ്വൈസ് തരാം, ഒരു മൈക്ക് യൂസ് ചെയ്താൽ ഒരു ഫ്രീ ആയിട്ട് അഡ്വൈസാണ് എടുത്തോ പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇപ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് അഡ്വൈസ് തന്ന മച്ചനോട് എനിക്ക് നല്ല താങ്ക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് എനിക്ക് വേണമെന്നില്ല, തൻ്റെ ഗൂഗിൾ പേ നമ്പറും എല്ലാം തന്ന ഒരു 10-20 ഞാൻ ഇട്ടുതരാം. അപ്പോൾ അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ അതുകൊണ്ടാണ് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി മോട്ടീവ് ഉണ്ടാവുക ചെയ്തു കേട്ടോ. കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് തീർത്തു കൊടുക്കാന്നുള്ള ഇതിൽ മോട്ടീവ് ആവുക ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ പറയുക എന്താ വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ കുറേ പേര് തളർത്താണ്ടാവും, ഒന്നും തളരരുത്. ഇപ്പോഴത്തെ ഏറ്റവും എന്തല്ലേ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് നല്ലതിൽ പ്രവർത്തിക്കാനുള്ളത് തന്നെ. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രം ഇടുക, അല്ലാതെ ഓവറാൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ഇടാതിരിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് നല്ല പറയുന്ന സംഭവങ്ങൾ മാത്രം യൂട്യൂബിൽ ഇടുക, അങ്ങനെ മാത്രം ഇടുക. അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ പോകണമെന്ന് പറഞ്ഞ ഒരു ആൾ ഇന്ത്യ ട്രിപ്പാണ്. അത് ഈ അടുത്ത ആഴ്ചയായിട്ട്, അതായത് നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പലതും ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണതാണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, അതായത് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ സംസാരം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പലരും പറയണ പോലെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എത്ര പറയാനാണ് ഞാൻ വന്ന് സ്കെല്ല് എന്ന് പേര് മാറ്റിയിട്ട് സ്കെൽട്ടനേറ്റർ എന്നും കൂടി ആക്കിനു കേട്ടോ ഈ ചാനലിൻ്റെ നെയിം. അതെന്താ വെച്ചാൽ സ്കെൽട്ടനേറ്റർ എന്ന് അടിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ആക്കിനു. അപ്പോൾ അത് പറയാനാണ് വന്ന്, കൂടുതലൊന്നും പറയാല്ല. സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്കെൽ. ബൈ.